ലേഖന ധ്യാനത്തിനായിട്ട് വിശുദ്ധ പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 2 കാര്യങ്ങൾ ആദ്യമായിട്ട് ഇവിടെ നിന്ന് പറയാം. പത്രോസിൻ്റെ ലേഖനം എഴുതിയത് ആരാ? പത്രോസ് തന്നെ, അത് നമുക്കറിയാമല്ലോ. പത്രോസ് ആരാന്നാണ് ഇനി പലർക്കും അറിയാത്തത്. ആരാ? യേശുവിൻ്റെ 12 അപ്പോസ്തലന്മാരിൽ ഒരാളായിരുന്നു പത്രോസ്. ഈ പത്രോസ് യേശുവിനെ കണ്ട ചില അനുഭവങ്ങളുണ്ട്. മറ്റാർക്കും ലഭിക്കാത്ത ഒത്തിരി അനുഭവങ്ങൾ പത്രോസിന് യേശുവായിട്ടുണ്ട്. മറ്റു പലർക്കും ലഭിക്കാത്ത, പൗലോസിനൊന്നും ലഭിക്കാത്ത ഒരനുഭവം പത്രോസിനുണ്ട്. കാരണം യേശുവിൻ്റെ കൂടെ നടക്കാനുള്ളൊരു ഭാഗ്യം ആർക്ക് ലഭിച്ചു? പത്രോസിന് ലഭിച്ചു. മറ്റ് പല ശിഷ്യന്മാർക്കും ലഭിക്കാത്ത ഒത്തിരി അനുഭവങ്ങൾ, അറിവുകൾ പത്രോസിന് ലഭിച്ചിട്ടുണ്ട്. ആ പുള്ളിയാണ്, അത് അങ്ങോട്ടൊന്നും ഞാൻ പോകുന്നില്ല, ആ പുള്ളിയാണ് അല്ലെങ്കിൽ ആ മനുഷ്യനാണ് ഈ ലേഖനം നമുക്ക് നൽകി തന്നിരിക്കുന്നത്. അപ്പോൾ എഴുത്തുകാരൻ ആരാന്ന് കണ്ടു കഴിഞ്ഞു. ഇനി ഇത് ആർക്കാണ് എഴുതിയേക്കുന്നതെന്നുള്ളതാണ് ഇനി അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ 1-2 വാക്യങ്ങളാണ് ഇന്നത്തെ ചിന്താവിഷയമായിട്ട് നമ്മൾ എടുക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ പത്രോസ് തന്നെ സ്വയം പരിചയപ്പെടുത്തുക. ഐ ആം an apostle of Jesus Christ. നമ്മളെ ഒന്ന് സ്വയം പരിചയപ്പെടുത്താൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്? പത്രോസിന് പറയണമെങ്കിൽ വേറെ ഒത്തിരി അനുഭവങ്ങളുണ്ട് പറയാനായിട്ട്. പക്ഷേ തന്നെ സ്വയം പരിചയപ്പെടുത്തേണ്ടി വന്നപ്പോൾ താൻ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ ലോകം തന്നെ അറിയണമെന്ന് താൻ ആഗ്രഹിച്ചത്, യേശു ക്രിസ്തുവിൻ്റെ ഒരു അപ്പോസ്തലൻ എന്നുള്ള രീതിയിലാണ്. നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നമ്മളെ എങ്ങനെ ലോകം അറിയാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? നമ്മുടെ വീട്ടുപേരിലാണോ? നമ്മുടെ തറവാട്ട് പേരിലാണോ? അല്ലെങ്കിൽ നമ്മൾ ചെയ്തെടുത്ത, അല്ലെങ്കിൽ നമ്മൾ ലോകത്തിൽ ആർജിച്ചെടുത്ത ചില പേരുണ്ട്, പെരുമയുണ്ട്, സ്ഥാനമുണ്ട്, അതിലാണോ നമ്മൾ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്? നമ്മളെങ്ങനെ, ഞാൻ ഈ വേദഭാഗം പഠിച്ചപ്പോൾ എന്നോട് തന്നെ ഞാൻ ചോദിച്ചത്, ഹൗ ഡു യു വാണ്ട് ടു ബി നോൺ ഇൻ ദിസ് വേൾഡ്? നിന്നെ എങ്ങനെ ലോകം അറിയണമെന്ന് ആഗ്രഹിക്കുന്നത്? ചില ആളുകളെ അവരറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു ടൈറ്റിലുണ്ട്. ആ ടൈറ്റിലല്ലാതെ ആരെങ്കിലും അഭിസംബോധന ചെയ്താൽ തന്നെ വിവരം മാറും. ഒരു പാസ്റ്ററെ കയറി ബ്രദറെന്ന് വിളിച്ചാൽ അന്നേരെ ബ്രദറിനെ കയറി പാസ്റ്റർ എന്ന് വിളിച്ചാൽ സന്തോഷമാണ്, കാരണം അത് അറിയിക്കാത്തൊരു സാധനം കിട്ടിയതല്ലേ. നേരെ തിരിച്ചാണെങ്കിലോ, ഞാനൊരു കാര്യം പറയാം, ഞാൻ പാസ്റ്റർ എന്നുള്ള രീതിയിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് എവിടായാലും. വേറൊന്നുമല്ല, ദാറ്റ്സ് മൈ കോളിങ്. എൻ്റെ വിളി അതാണെന്ന് എനിക്കറിയാം. കാനമച്ചൻ എന്ന് പറയുന്ന ഒരു ദൈവദാസനെ കുറിച്ച് കേട്ടിട്ടുള്ളവർ കാണും. സുവിശേഷകൻ P.I. എബ്രഹാം എന്നേ പറയത്തുള്ളൂ പുള്ളി. ഹി ന്യൂ വാട്ട് ഹിസ് കോൾ ഈസ്. നമ്മുടെ വിളി എന്തെന്ന് അറിയാത്തത് കൊണ്ടാണ് നമുക്ക് തന്നെ സംശയം, നമ്മൾ ആരാന്നിപ്പോൾ അല്ലേ? ഹൗ ഡു വി വാണ്ട് ടു ബി നോൺ ഇൻ ദിസ് വേൾഡ്? ഈ ലോകത്തിൽ നിങ്ങൾ എങ്ങനെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു? ശ്രദ്ധിച്ചോ, അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ലേഖനം എഴുതുന്നിടത്തെല്ലാം താൻ പരിചയപ്പെടുന്നത് യേശു ക്രിസ്തുവിൻ്റെ ദാസൻ എന്നാണ്. അതേ മനുഷ്യൻ തന്നെ പറയുന്നു, അതിശ്രേഷ്ഠയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല ഞാൻ എന്ന് പറയുന്ന പൗലോസ് പറയുക. താൻ നോക്കിയോ, തൻ്റെ എല്ലാ ലേഖനങ്ങളിലും താൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ദാസൻ. അവിടെ ദാസൻ എന്നുള്ളിടത്ത് ഉപയോഗിച്ചേക്കുന്ന പദം എന്ന് പറയുന്നത് അടിമ എന്നുള്ള. ഈ അടിമ തന്നെ പല ടൈപ്പ് അടിമമാരുണ്ട്. ആജീവനാന്ത അടിമയുണ്ട്. ആ പദമാണ് അവിടെ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡൂലോസ് എന്ന ആ പദമാണ്. ഇനി ഒരിക്കലും ആ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടാനാവാത്ത വിധത്തിലുള്ള ഒരു അടിമകളുണ്ട്. യഹൂദന്മാരുടെ ചരിത്രം പഠിച്ച അടിമകൾ പല ടൈപ്പുണ്ട്. യുദ്ധത്തിൽ പോയി കുറേ പേരെ പിടിച്ചുകൊണ്ട് വന്ന അവരടിമകളാണ്. കടം കയറിയാൽ നിന്നെ തന്നെ നിനക്ക് എന്ത് ചെയ്യാം? കടം തീരുവോളം അടിമയായി വിൽക്കാം. അല്ലാതെ ഇനി ഒരെണ്ണമുണ്ട്, ആജീവനാന്ത അടിമ. അതെന്നാന്നറിയാമോ? ഈ യജമാനനെ ഞാൻ സ്നേഹിച്ചിട്ട് തനിക്ക് സ്വതന്ത്രനായി പോകാനായിട്ടുള്ള അവസരം ലഭിച്ചപ്പോഴും പോകാതെ ഞാൻ ഈ യജമാനന് വേണ്ടി എൻ്റെ ആയുസ് മുഴുവൻ ജീവിച്ചു കൊള്ളാമെന്ന് അവൻ പറയുമ്പോൾ യജമാനൻ അവനെ എന്ത് ചെയ്യണമെന്നറിയാമോ? അവനെ കൊണ്ട് ആലയത്തിൽ ചെല്ലണം. ആലയത്തിൽ ചെന്നിട്ട് അവിടുത്തെ കട്ടക്കാലോട് ചേർന്ന് അവൻ്റെ ചെവി ചേർത്ത് വെച്ച്, ചെവിക്ക് ഇവിടെ എന്ത് ചെയ്യണം?
ഒരു തുളയ്ക്കണം. ഇനി ഇവനെ കണ്ടാൽ അറിയാം ഇവൻ അടിമയാന്ന്. കാരണം ഹി ക്യാരീസ് ആൻ ഔട്ട്വേർഡ് മാർക്ക് ഓഫ് എ സ്ലേവ്. അങ്ങനെയുള്ളവരെ ആ ഡൂലോസ് എന്ന പേരിൽ വിളിക്കുന്നത്. എങ്ങനെയുള്ളവരെ? സ്വതന്ത്രനായി ജീവിക്കാൻ അനുവാദമുണ്ടായിട്ടും വേണ്ടെന്ന് വെച്ചിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ ഞാൻ ഈ യജമാനന് ദാസനായി ജീവിച്ചു കൊള്ളാം, ഇവനെ പോലെ നല്ലൊരു യജമാനൻ വേറെ ഇല്ലെന്നുള്ള ഉൾബോധ്യത്തിൽ സ്വയം സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതശൈലിയാണത്. പൗലോസ് അങ്ങനെ അറിയപ്പെടാൻ ആഗ്രഹിച്ചേ. ഇവിടെ പത്രോസ് തൻ്റെ ലേഖനത്തിൽ പറയുന്നു, യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തോലനായിരിക്കുന്ന പത്രോസ്. അവിടെ താൻ ഉപയോഗിച്ചൊരു പദമുണ്ട്, അപ്പോസ്തോലൻ. അതെന്തുവാ? അത് ഏറ്റവും അധികം ഈ 1-ാം നൂറ്റാണ്ടും 2-ാം നൂറ്റാണ്ടും കഴിഞ്ഞിട്ട് ആ പദം ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്നത് ഈ നൂറ്റാണ്ടിലാണ്. ഇപ്പം എല്ലാ അപ്പോസ്തലന്മാരാണ്. ഏത് ഒരു സഭയില്ലാത്തവനും അപ്പോസ്തോലനാ, അപ്പോസ്തോലൻ്റെ ഒരു ലക്ഷണം ഇല്ലാത്തവനും അപ്പോസ്തലനാണ്. അപ്പോസ്തോലൻ്റെ ലക്ഷണങ്ങളോ എന്ന് പറഞ്ഞിട്ട് വേദോസ്തവത്തിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? കുറേ ലക്ഷണം പറഞ്ഞിട്ടുണ്ട്. ഇത് ഒട്ടും തൊട്ട് തീണ്ടിയിട്ടില്ലാത്തവനും പേരെടുത്തിരിക്കുന്നത് എന്തുവാ? അപ്പോസ്തലൻ എന്നാ. അപ്പോഴാ 1-2 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഈ പദം ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്നത് ഈ 21-ാം നൂറ്റാണ്ടിലാണ്. ഒന്നുമല്ല എൻ്റെ വിഷയം. പക്ഷെ നമ്മളിതൊന്നും അറിഞ്ഞിരിക്കണം. ഈ പദം ഉപയോഗിക്കുന്നവരും ഈ പദത്തെ ഈ ടൈറ്റിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്തുവാ ഈ പദത്തിൻ്റെ അർത്ഥം? എല്ലാവരും പറയുന്നുണ്ട് അയക്കപ്പെട്ടവനെന്നാ. അതിനാ പാല് വാങ്ങിക്കാൻ ഒരുത്തിന് അയച്ചവൻ അപ്പോസ്തലനാണോ? അല്ലല്ലല്ലല്ല. ദൈവിക അധികാരത്തോടെ അയക്കപ്പെട്ടവനെയാണ് വേദപുസ്തകം എന്താ പറയുന്നത്? അപ്പോസ്തലൻ എന്ന് വിളിക്കുന്നത്. ദൈവിക അധികാരത്തോടെ അയക്കപ്പെട്ടവൻ. എന്തിനെല്ലാം അധികാരം അവനുണ്ട്? അതും കൂടെ നോക്കണം. ഭൂതങ്ങളെ പുറത്താക്കാൻ, മരിച്ചവരെ ഉയർപ്പിക്കാൻ, സുവിശേഷം പറയാൻ, ആത്മാക്കളെ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ, സഭകൾ സ്ഥാപിക്കാൻ. ഈ അധികാരമുള്ളവനെ എന്താ പറയുന്നേ? വേറെ പുസ്തകത്തിൽ അപ്പോസ്തലൻ എന്ന് വിളിച്ചേക്കുന്നത്. അപ്പോൾ പത്രോസിൻ്റെ നോക്കാം, ഇതൊക്കെ പത്രോസിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നോ എന്ന് നോക്കാം. തീർച്ചയായിട്ടും പത്രോസിൻ്റെ ജീവിതം അധികവും യഹൂദന്മാരുടെ ഇടയിലായിരുന്നു. എന്നാൽ വാസ്തവത്തിൽ ഇവർ നേരെ തിരിച്ചാ വരണ്ടേ. യഹൂദനോട് സുവിശേഷം പറയാൻ ഏറ്റവും പറ്റിയ വ്യക്തി ആരായിരുന്നു? പൗലോസ് അപ്പോസ്തലനായിരുന്നു. കാരണം പശ്ചാത്തലം കൊണ്ടും കുടുംബം കൊണ്ടും പാരമ്പര്യം കൊണ്ടും അറിവ് കൊണ്ടും പൗലോസ് അയോഗ്യൻ. പൗലോസിനെ തമ്പുരാൻ എന്ത് ചെയ്തെന്നറിയാൻ എടുത്ത് ജാതികളിലോട്ടിട്ടു. അതാ തമ്പുരാൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. എന്നിട്ട് ഒരു രീതിയിലും കെട്ടുകൊണ്ടോ മട്ടുകൊണ്ടോ ഭാഷ കൊണ്ടോ ഒന്നും ഒരു യോഗ്യതയുമില്ലാത്ത പത്രോസിനെ എന്ത് ചെയ്തു? യഹൂദന്മാരുടെ ഇടയിൽ സുവിശേഷ ഘോഷണത്തിനായിട്ട് ദൈവം വിട്ടു. എന്തിനാ? കാരണം പൗലോസ് പറയുന്നുണ്ട്, ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിനാ. നിൻ്റെ അറിവ് കൊണ്ടും നിൻ്റെ അഴിവ് കൊണ്ടുമാണ് നീ ആത്മാക്കളെ നേടിയതെന്ന് പറയാതിരിക്കേണ്ടതിനാ ദൈവം ഇതെന്ത് ചെയ്തത്? ഇത് ഉൾട്ടയാക്കിയിട്ട് തിരിച്ചിട്ടു. അപ്പോൾ ആദ്യത്തെ വാക്യത്തിൽ പത്രോസ് കൂടെ പറയുകയാണ്, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ന്യായമായൊരു ചോദ്യം വരും, അല്ലാത്ത അപ്പോസ്തലന്മാരുണ്ടോ? അല്ലേ, യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനാണ് ഞാൻ എന്ന് പറയണമെങ്കിൽ അല്ലേ വേണ്ടേ? അല്ലാത്ത വെളിപ്പാട് പുസ്തകം നോക്കിയാൽ കാണാം, അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞവരെ നിങ്ങൾ പരീക്ഷിച്ച് അറിഞ്ഞതും. ബൈബിളിൽ തന്നെ പറയുന്നുണ്ട് കള്ള അപ്പോസ്തലന്മാർ. അപ്പോൾ അപ്പോസ്തലന്മാരുടെ ഒരു വലിയ വൃന്ദം ഇവിടെ കിടപ്പുണ്ട്. അതിൻ്റെ ഇടയിൽ പൗലോസ് പറയാണ്, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനാണ്. അത് കണ്ടാൽ അറിയാം. കാരണം യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവം അവനിൽ ഉണ്ട്. യേശു ക്രിസ്തു പറഞ്ഞതാ അവൻ പറയുന്നത്, പഠിപ്പിച്ചതാ അവൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പൗലോസിന് ലേഖനം എഴുതുമ്പോൾ ഇതൊന്ന് വ്യക്തമാക്കേണ്ടി വന്നു. എന്താ പറഞ്ഞു? യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലൻ. ഇത്രയും മനസ്സിലായോ നിങ്ങൾക്ക്? നമ്മൾ ഇത്രയും പഠിച്ചത് എന്തുവാ? പത്രോസ് ആരാന്ന് കണ്ടു, താൻ യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു കാര്യം മനസ്സിലാക്കിയോ, അന്നത്തെ കാലത്ത് യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരല്ലാത്ത കുറേ പേര്
ഉണ്ടായിരുന്നു. ലേഖനങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. വെളിപ്പാട് പുസ്തകം നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പൗലോസ് അഭിമാനത്തോടെ പറയുകയാണ്, ഐ ആം ആൻ അപ്പോസ്റ്റൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. തൻ്റെ ഇടത്തോടെ പറയാൻ കഴിയും നമുക്ക്, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ഒരു സാക്ഷിയാണ്. അത് നമ്മളെ അറിയാതിരിക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ പല വേഷം കെട്ടുന്നേ. ഞാൻ യേശു ക്രിസ്തുവിൻ്റേതാണെന്ന് എന്ത് ചെയ്യരുത്, ആരും അറിയരുത്. ആണോ? അത് നിങ്ങൾ തന്നെ പറയണം. അപ്പോസ്തലനായ പത്രോസ് തൻ്റെ ഇടത്തോടെ പറയുക, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനാണ്. ഒരു ക്രിസ്തുവിൻ്റെ സാക്ഷിയായിട്ട് നിൽക്കുന്നതിൽ ലജ്ജിക്കുന്നുണ്ടോ? നിനക്ക് നാണക്കേടാണോ നീ യേശുവിൻ്റേതാണെന്ന് പറയുന്ന കാര്യത്തിൽ? നീ പഠിക്കുന്ന സ്കൂളിൽ, നീ പഠിക്കുന്ന കോളേജിൽ, നീ ജോലി ചെയ്യുന്ന സ്ഥാനത്ത് ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ഒരു ദാസനാണെന്ന്, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ഒരു പൈതലാണെന്ന്, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ഒരു സാക്ഷിയാണെന്ന് പറയാനുള്ള തൻ്റെ ഇടമുണ്ടോ നമുക്ക്? ഉള്ളവരൊന്നും ഞാൻ കൈ ഉയർത്താൻ പറയുന്നില്ല. ഇതിനെ ഒരു നുണയും കൂടെ പറയിപ്പിക്കുന്നത്. പത്രോസ് അഭിമാനത്തോടെ പറയാ, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനാണ്. ഇനി ഞാനൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഈ അപ്പോസ്തലോസ് എന്നുള്ള ഗ്രീക്ക് പദം സർവ്വസാധാരണയായി ഉപയോഗിക്കപ്പെടാത്ത ഒരു കാലഘട്ടത്തിലാണ് പൗലോസും പത്രോസും ഒക്കെ ഈ പദം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് കേട്ടാൽ അറിയാം ഇവരേത് വർഗമാണ്. അത്രയും പറഞ്ഞ് ഞാനങ്ങ് വിടുക അവിടുന്ന്. അപ്പോൾ ആരാ ഇത് എഴുതിയതെന്ന് കണ്ടു നമ്മൾ. അപ്പോൾ എഴുതിയവൻ്റെ ഗുണങ്ങളും നമ്മൾ കണ്ടു. ഇനി നമുക്കൊരു കാര്യം നോക്കേണ്ടത്, ഇത് ആർക്കാ എഴുതിയേക്കുന്നതെന്നാണ്. ഇതാർക്കാ എഴുതിയേക്കുന്നത് നോക്കാം. നമുക്ക് 2-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ പറയുന്നു, യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ പത്രോസ് പൊന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ആസ്യയിലും, ആസ്യ എന്ന് പറഞ്ഞാൽ ഏഷ്യയിലും ബിഥുന്യതയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും പോട്ടെ അവിടെ കൊണ്ട് നമുക്ക് ഇതാർക്കാ എഴുതിയേക്കുന്നത്? ഇത് വ്യക്തമായി പത്രോസിൻ്റെ ഈ ലേഖനം താൻ എഴുതുമ്പോൾ താൻ ആരെയാണ് ഉന്നം വെച്ച് എഴുതുന്നതെന്ന് വ്യക്തമായൊരു ബോധമുണ്ടായിരുന്നു. വളരെ വ്യക്തമായൊരു ബോധ്യത്തോടെ എഴുതിയേക്കുന്നത്. ഹി ഹാസ് എ സ്പെസിഫിക് ഓഡിയൻസ്. വളരെ വ്യക്തമായിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയെ, ഒരു സമൂഹത്തെ കണ്ണിന് മുൻപിൽ കണ്ടിട്ടാണ് താൻ ഈ ലേഖനം എഴുതുന്നത്. ഇക്കൂട്ടത്തിൽ നമ്മളുണ്ടായിരുന്നോ? ആസ്യയിലുള്ളവരും ഉണ്ട്, എന്ന് പറഞ്ഞാൽ ഏഷ്യയിലുള്ളവരും ഉണ്ട്. നമ്മളെവിടുത്തേരാ? നമ്മൾ ഏഷ്യയിലുള്ളവരാ. നമുക്കെല്ലാം കൂടെ കണ്ടേച്ചാ എഴുതിയേക്കുന്നത്. അതിൽ എല്ലാവർക്കും കൂടെ വേണ്ടി അല്ല എഴുതിയേക്കുന്നത്. അല്ല, ഇപ്പം ഇന്ത്യക്കാർക്ക് വേണ്ടി എഴുതുന്ന പറഞ്ഞാൽ അതിനകത്ത് എല്ലാം വിടും. എന്നാൽ അതിനകത്ത് ഒരു തെരഞ്ഞെടുക്കപ്പെട്ടൊരു ഗ്രൂപ്പുണ്ട്. അവിടെ പറയുന്നുണ്ട്, ആർക്കാ ഇത് എഴുതിയേക്കുന്നത്? അല്ലെങ്കിൽ ദൈവസഭയെ, ജനറലായിട്ട് പറഞ്ഞാൽ ദൈവസഭ എന്ന് പറയാം, ദൈവസഭയെ പത്രോസ് ദൈവസഭയുടെ ചില പ്രത്യേക ഗുണവിശേഷങ്ങൾ, പ്രത്യേകതകൾ അവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്തോ പറയുന്നു? ഒന്ന്, അവരാരാ? പരദേശികളാ. അവരാരാ? പരദേശികളാ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാ? വിദേശികൾ നമുക്കറിയാം, സ്വദേശീനെ നമുക്കറിയാം, പിന്നെന്തുവാ? ഉപദേശികളെയും നമുക്കറിയാം, അല്ലേ? അവരെയും നമുക്കറിയാം. ഈ പരദേശി ആരാ? സ്വന്തമല്ലാത്ത ദേശത്ത് വന്ന് പാർക്കുന്ന ആളുകളെയാണ് എന്ത് ചെയ്യുന്നത്? പരദേശികൾ എന്ന് പറയുന്നത്. അപ്പോൾ ദൈവസഭയുടെ ഒരു പേരാ എന്തുവാ? നമ്മളാരാ? വേറൊരു ഭാഷ പറഞ്ഞ് ഏലിയൻസ് എന്നാ, വേറെ ഭാഷാന്തരത്തിൽ. ചിലപ്പോൾ ആളുകൾ എന്നോട് പാസ്റ്റർ ഏലിയൻസിൽ വിശ്വസിക്കും. ഇപ്പം ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും. എങ്ങനെ? ഞാൻ തന്നെ
ദൈവസഭയെ വിളിച്ചിരിക്കുന്ന പേരെന്തുവാ? പരദേശികൾ, ഏലിയൻസ് എന്നാണ് വിളിക്കുന്നത്. ഈ വിദേശത്തു നിന്നൊക്കെ വരുന്നവർ എന്തോ ഒരു ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് പേരുണ്ടല്ലോ, എന്തുവാ? പ്രവാസികൾ. അതാണ് വേറൊരു പേര്, പ്രവാസികൾ. അല്പകാലത്തേക്ക് ഇവിടെ പാർക്കുന്നവരാ. നമ്മുടെയൊക്കെ ലക്ഷണം കണ്ട അല്ലേ, അല്പകാലമൊന്നും അല്ല. അതെ, ഇവിടുന്ന് പോകാൻ ഉദ്ദേശമില്ലാത്ത രീതിയിലാണ് നമ്മുടെ ഇവിടുത്തെ വാസം അല്ലേ. സംഗതി പാടുമ്പോഴൊക്കെ പാടുന്നു, അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വർപ്പ്. പക്ഷേ ഇവൻ്റെ കെട്ടും മട്ടും ജീവിതമൊക്കെ കണ്ട ഈ അടുത്ത കാലത്ത് എങ്ങനെ ഇവിടുന്ന് പോകുന്ന ലക്ഷണമല്ല. ദൈവജനത്തിന്, ദൈവസഭയ്ക്കുള്ള പേരാണ് എന്തുവാ? പരദേശികൾ. ഒന്ന് പരദേശികൾ. അടുത്തത് പറയുന്നു, ഈ പരദേശികൾ എങ്ങനെയുള്ളവരാ? പിതാവായ ദൈവത്തിൻ്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ചവരാ. ആരാ ഇവര്? അപ്പം രണ്ടാമത് ഈ പരദേശികളെ കുറിച്ചുള്ള വിശേഷണങ്ങളാണ് പറയുന്നത്. ഇവർ ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ചവരാ. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മുടെ ആത്മാവിൻ്റെ വിശുദ്ധീകരണം നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? ഉണ്ടോ? വല്ല ബോധമുണ്ടോ? ആത്മാവിൻ്റെ വിശുദ്ധീകരണമൊക്കെ പ്രാപിച്ചതാണോ? എവിടെ അല്ലേ? ഇപ്പോഴാണ് കേൾക്കുന്നത് ഇങ്ങനൊരു പരിപാടി ഉണ്ടെന്ന് തന്നെയല്ലേ. ദൈവത്തിൻ്റെ സഭ പരദേശികളായി ഇവിടെ തീരാൻ കാരണം എന്നാണെന്നറിയാമോ? അവർ ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ചവരായതുകൊണ്ടാണ്. അതുകൊണ്ട് എന്നാ പറ്റുന്നില്ല, നമ്മളെ ഇവരെന്ത് ചെയ്യുന്നില്ല? അവരുടെ കൂട്ടത്തിൽ കൂട്ടുന്നില്ല. കാരണം നമ്മൾ വിശുദ്ധീകരണം പ്രാപിച്ച ഒരു ജനമാണ്. പിന്നെ എന്തോ പറയുന്നത് നോക്കാം. ഏതാണ്ട് 10-12 കാര്യം ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിക്കാൻ. എന്തോത്തിനോട് അനുസരണം കാണിക്കാൻ? 2 കാര്യങ്ങളോട്. ഒന്ന്, നിൻ്റെ വിളിയോട് നീ അനുസരണം കാണിക്കണം. 2, വചനത്തോട് അനുസരണം കാണിക്കണം. അപ്പം നമ്മളെക്കുറിച്ച് പറയുന്നത്, നമ്മൾ അനുസരണം കാണിക്കാനായിട്ട് അല്ലെങ്കിൽ അനുസരിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാ. എന്തോത്തിനോടൊക്കെ അനുസരണം കാണിക്കണം? ഒന്ന്, നമ്മുടെ വിളിയോട്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ലേഖനങ്ങൾ എഴുതുമ്പോൾ, സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും നിങ്ങൾ എന്ത് ചെയ്യണം? ഉറപ്പാക്കണം. കാരണം നിങ്ങൾ വിളിക്കപ്പെട്ട ഒരു ജനമാ. അപ്പോൾ നിങ്ങളുടെ വിളിയോട് അനുസരണം കാണിക്കണം. 2, വചനത്തോട് നമ്മൾ അനുസരണം കാണിക്കണം. അങ്ങനെ അനുസരണം കാണിക്കുവാനും പിന്നെ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി. അതെന്നാ പരിപാടി? അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തുവാ? ഇതൊരു അല്പം ജൂയിഷ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവനെ ഇത് മനസ്സിലാക്കാനായിട്ടൊക്കത്തുള്ളൂ. രക്തം തളിക്കുക എന്നൊരു പരിപാടിയുണ്ട് യഹൂദന്. എവിടൊക്കെയാ ആ രക്തം തളിക്കുന്നതിനെ എന്തിൻ്റെ പ്രതീകമായിട്ട് അല്ലെങ്കിൽ എന്തിൻ്റെ പ്രതീകമായിട്ട് അത് ഉപയോഗിക്കുന്നതെന്നറിയാമോ? ശുദ്ധീകരണത്തിൻ്റെ, വേർതിരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? രക്തം തളിക്കുന്നത്. 1-2 സന്ദർഭങ്ങൾ നിങ്ങൾക്ക് ഓർക്കാമോ? മഹാപാപ പരിഹാര ദിവസത്തിൽ മഹാപുരോഹിതൻ എന്ത് ചെയ്യുന്നു? ഒരാടിനെ കൊന്നേച്ച് സ്വന്തം പാപത്തിനും ജനത്തിൻ്റെ പാപത്തിനും വേണ്ടി അറുക്കപ്പെട്ട ആടിൻ്റെ രക്തവുമായിട്ട് അവൻ എന്ത് ചെയ്യുക? അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ചെന്ന് കൃപാസനത്തിന്മേൽ അവൻ എന്ത് ചെയ്യുന്നുണ്ട്? തളിക്കുന്നുണ്ട്. അതെന്തിൻ്റെ പ്രതീകമായിട്ടാണ്? ശുദ്ധീകരണം പ്രാപിച്ചു എന്നുള്ളതിന് തെളിവായിട്ടാണ്. പത്രോസ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതുന്നത് ആർക്ക് വേണ്ടിയാ? 1, പരദേശികളായിരിക്കുന്നവർക്ക് വേണ്ടി. 2, ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ചവർക്ക് വേണ്ടി. 3, അനുസരിക്കാനായി വിളിക്കപ്പെട്ടവർക്ക് വേണ്ടി. 4 പറയുന്നു, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെട്ട. അത് ഒരിക്കലായിട്ട് നടക്കുന്നതല്ല. ഇതിങ്ങനെ ദിനംതോറും ജീവിതത്തിൽ വിശുദ്ധീകരണം പ്രാപിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ ലേഖനം എഴുതിയേക്കുന്നത്. അവർ വായിച്ചാലേ ഇത് മനസ്സിലാവത്തുള്ളൂ. ഈ ചില പദങ്ങൾ
നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിൽ വേറെ ആർക്കും മനസ്സിലാക്കാനൊക്കത്തില്ല. ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളൊരു യോഗത്തിനൊക്കെ പോയി വന്നിട്ട് നമ്മൾ ചോദിക്കണം, എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ അന്തരീക്ഷം എന്ന് നമ്മൾ ചോദിക്കുന്നത് എന്തുവാ അതിൻ്റെ അർത്ഥം? മഴ പെയ്തോന്നാണോ അർത്ഥം? ആണോ? അല്ല. എന്തുവാ? നമ്മളവിടെ അന്തരീക്ഷം എന്ന് പറയുന്നതിന് വേറൊരു അർത്ഥമാണ് ഇല്ലേ? വചന ശുശ്രൂഷയ്ക്കൊക്കെ നിൽക്കാൻ നേരം ഇന്ന് വചനം ശുശ്രൂഷിക്കാൻ നല്ല അന്തരീക്ഷമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒരു ആത്മീയം. ഇത് നമ്മൾക്ക് മാത്രം മനസ്സിലാവുന്ന ചില ഭാഷകളാണ്. പത്രോസ് ലേഖനം എഴുതുന്നവർ പറയുന്നു, താൻ ഉപയോഗിച്ചിരിക്കുന്ന ചില പദങ്ങൾ ആർക്കേ മനസ്സിലാകത്തുള്ളൂ? ഈ പരദേശികൾക്കേ എന്ത് ചെയ്യത്തുള്ളൂ? മനസ്സിലാകത്തുള്ളൂ. ആർക്കേ മനസ്സിലാകത്തുള്ളൂ? ആത്മാവിൻ്റെ ശുദ്ധീകരണം പ്രാപിച്ചവർക്കേ മനസ്സിലാകത്തുള്ളൂ. ആർക്കേ മനസ്സിലാകത്തുള്ളൂ? തങ്ങളുടെ വിളിയോട് അനുസരണം പുലർത്തിയവർക്കേ മനസ്സിലാകത്തുള്ളൂ. ആർക്കേ മനസ്സിലാകത്തുള്ളൂ? യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള ശുദ്ധീകരണം ദിനംതോറും പ്രാപിക്കുന്നവർക്കേ ഇത് മനസ്സിലാകത്തുള്ളൂ. അല്ലാത്ത ഒരാൾ വായിച്ചാൽ അവനൊരു പിടിയും കിട്ടില്ല. വെളിപ്പാട് പുസ്തകം ആരെങ്കിലും ഒരാൾ വായിച്ചു കഴിഞ്ഞാൽ തനി വട്ടാന്ന് പറയും. കരി തന്നെ 10 കൊമ്പ് 7 തലയും, ഇതൊക്കെ എന്തുവാ? അവന് മനസ്സിലാവത്തില്ല. പക്ഷെ 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികൾക്ക് എല്ലാം മനസ്സിലായി ഇതിൻ്റെ അർത്ഥം എന്തുവാന്ന്. ആദിമ സഭയ്ക്ക് ഇതിൻ്റെ അർത്ഥം എന്തുവാന്ന് വളരെ വ്യക്തമായി. കാരണം അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ചില പദങ്ങൾ ദൈവജനത്തിന് മാത്രം മനസ്സിലാവുന്ന ചില ഭാഷകളാണ്. അപ്പോൾ ഇതാർക്കാണ് ഇത് എഴുതിയേക്കുന്നത്? ഇറ്റ്സ് റിട്ടൺ ടു എ സ്പെസിഫിക് കമ്മ്യൂണിറ്റി. ഒരു പ്രത്യേക ജനത്തിന് വേണ്ടി എഴുതിയിട്ട്. അതുകൊണ്ടാണ് ഈ പുസ്തകം വായിക്കുമ്പോൾ മറ്റ് പലർക്കും ലഭിക്കാത്ത ചില വെളിപ്പാടുകൾ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പുസ്തകം വായിക്കുമ്പോൾ വേറെ ആർക്കും കിട്ടാത്ത ചില അർത്ഥവും നമുക്ക് കിട്ടുന്നത്. നമ്മൾ ചിരിക്കുന്നത്, നമ്മൾ സന്തോഷിക്കുന്നത്, നമ്മൾ കരയുന്നത് ഒക്കെ എൻ്റെ കാര്യം തന്നെ. വേറെ ആർക്കും മനസ്സിലാവാത്ത ചില കാര്യങ്ങൾ എന്ത് ചെയ്തു? നമുക്ക് കിട്ടി. കാരണം ഇത് നമുക്ക് മനസ്സിലാകുന്ന ചില ഭാഷാ പ്രയോഗങ്ങളാണ് ഇതിനകത്തുള്ള. ഇതാർക്കാണ് എഴുതിയേക്കുന്നതെന്ന് പറയുന്നു? പരദേശികളായവർക്ക്, ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച ഒരു കൂട്ടം ജനത്തിന് വേണ്ടി, തങ്ങളുടെ വിളിയോട് അനുസരണം പുലർത്തുന്ന, ദൈവവചനത്തോട് അനുസരണം പുലർത്തുന്നവർക്ക് വേണ്ടി, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ദിനംതോറും ശുദ്ധീകരണം പ്രാപിക്കുന്നവർക്ക് വേണ്ടി. ഇനി താഴോട്ട് വായിക്കുമ്പോൾ ഇനി മറ്റ് പലതും ഇതിനകത്ത് കൂടെ പറയുന്നുണ്ട്. വായിച്ചു വന്നിട്ട് പ്രാപിച്ച് യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃതന്മാരുമായവർക്ക്. വൃതൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? വൃദ്ധനല്ല, തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക്. ഇതാർക്കാണ് എഴുതിയേക്കുന്നത്? അപ്പം അല്ലാത്ത ഒരാൾ വായിച്ചാൽ ചിലപ്പോൾ അവർക്ക് ഇതിൻ്റെ അർത്ഥമൊന്നും പിടികിട്ടില്ല. അപ്പോൾ ദൈവ സഭയെക്കുറിച്ച് ദൈവത്തിനുള്ള ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ ദൈവം തൻ്റെ സഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ സഭയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടായത്. തൻ്റെ സഭ എങ്ങനെ ആയിരിക്കണം ഈ ലോകത്ത് ജീവിക്കേണ്ടത്? പരദേശികളായിട്ടാണ് ജീവിക്കണ്ടേ. അവർ ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ച ഒരു ജനമായിട്ടാണ് ജീവിക്കണ്ടേ. അവർ ദൈവത്തിൻ്റെ വചനത്തോടും അവരോടുള്ള ദൈവ വിളിയോടും അനുസരണം കാണിക്കുന്നവരായി ജീവിക്കണം. അവർ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ദിനംതോറും വിശുദ്ധീകരണം പ്രാപിച്ച ഒരു ജനമായിട്ട് ജീവിക്കണം. 5ാമത്, അവർ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരായി ജീവിക്കണം. ഈ 5 നമ്മളെ സംബന്ധിച്ച് ബാധകമാണോ? നമ്മളെക്കുറിച്ച് നമുക്ക് തന്നെ പറയാൻ പറ്റുമോ? ഞാനൊരു പരദേശിയെ പോലായി ലോകത്ത് ജീവിക്കുന്നത്, ആത്മാവിൻ്റെ വിശുദ്ധീകരണം പ്രാപിച്ചു എന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട്. എൻ്റെ വിളിയോടും ദൈവവചനത്തോടും അനുസരണമുള്ളൊരു മനോഭാവത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ദിനംതോറും ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്. ഞാൻ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വൃതനാണ്. ഞാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ഈ ഉൾബോധ്യമുള്ളവർ വായിച്ചെങ്കിലേ ഇനി ഈ ലേഖനത്തിൽ പറയുന്ന ബാക്കി കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ബാക്കിയോടെ ഉണ്ട്, അത് കർത്താവ് അനുസരിച്ച് അടുത്ത ആഴ്ച നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ആർക്കാണ് ഈ ലേഖനം എഴുതിയേക്കുന്നത്? എല്ലാവർക്കും അല്ല. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മളെപ്പോലുള്ളവർക്ക് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി ഈ വിധമാകുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ
പ്രാപിച്ചവർക്ക് വേണ്ടി. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മളിവിടുന്ന് പോകുന്നതിന് മുൻപ് ഒരു ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കാം. Am I living as a alien in this world? അല്ലെങ്കിൽ സൊജേണർ എന്നാണ് വേറെ പദം ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുന്നത് ഒരു പരദേശിയെ പോലെയാണോ, അതോ ഒരു ലോകക്കാരനെ പോലെയാണോ? 2, ആത്മാവിൻ്റെ ഒരു ശുദ്ധീകരണം പ്രാപിച്ചൊരു ജീവിതാനുഭവം എനിക്ക് ഉണ്ടോ? എൻ്റെ മേലുള്ള ദൈവീക വിളിയോടും ദൈവവചനത്തോടും ഞാൻ ഇന്നും അനുസരണം കാണിക്കുന്നുണ്ടോ? ഞാൻ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ദിനംതോറും ശുദ്ധീകരണം പ്രാപിച്ചൊരു ജീവിതം എനിക്ക് ഉണ്ടോ? ഞാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനും ദൈവത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവനുമാണെന്ന് ഉള്ള ബോധ്യത്തിലാണോ ഞാൻ ജീവിക്കുന്നത്? നമ്മളീ പലർക്കും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നുള്ളൊരു ബോധ്യമുണ്ട്, പക്ഷേ ദൈവത്തിന് വേണ്ടിയാ എന്നെ തിരഞ്ഞെടുത്തേക്കുന്ന ബോധ്യമുണ്ടോ? ഇല്ലെങ്കിൽ അത് പ്രാപിച്ച് നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.